നമസ്കാരം. നരേന്ദ്രമോദിക്കെതിരെ അഴിമതി തുറന്നു പറഞ്ഞ് രാഹുൽ ഗാന്ധി ബി.ജെ.പി. പ്രതിരോധത്തിലോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി. സഹാറ ഗ്രൂപ്പിൽ നിന്നും കോടികൾ മോദി കൈപ്പറ്റിയെന്നും ഇതിന് തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ മോസാനയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. पर एक रेड हुई, बहुत बड़ी कंपनी है, इनकम टैक्स डिपार्टमेंट ने उन पर रेड की। वहां उनको सहारा के रिकॉर्ड मिले। सहारा के रिकॉर्ड में जो लिखा था मैं आपको बताता हूं। एंट्रियां थी रिकॉर्ड में 30 अक्टूबर 2013 2.5 करोड़ रुपया नरेंद्र मोदी जी को दिया गया। 12 नवंबर 2013 5 करोड़ रुपया नरेंद्र मोदी जी को दिया गया। ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം ബി.ജെ.പി. നേതാവ് ഗോപാലകൃഷ്ണൻ, സി.പി.എം. നേതാവ് മുഹമ്മദ് റിയാസ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബി.ആർ.എം. ഷഫീർ, ഒപ്പം ദില്ലിയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ ഹസനുൽ ബെന്നയും തത്സമയം പങ്കുചേരും. അതിഥികളിലേക്ക് എത്തും മുൻപ് ഇടവേളയിലേക്ക്. ആദ്യം ഹസനുൽ ബെന്നയിലേക്ക്. ശ്രീ ഹസനുൽ ബെന്ന, ദില്ലിയിൽ നിന്നും ഇന്ന് കേൾക്കുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് ഗുജറാത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ പ്രസ്താവന, അത് പുതിയ സംഭവങ്ങളല്ല. ആദ്യമേ മുതൽക്ക് തന്നെ ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ പരക്കെ ഉണ്ടായിരുന്നു. അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ നിരത്തി രാഹുൽ മുന്നോട്ട് വരുന്നു. അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളാണോ പുറത്തേക്ക് വരുന്നത്? രാഷ്ട്രീയ പ്രസക്തി എത്രത്തോളം ഈ ആരോപണങ്ങൾക്കുണ്ട്? ഈ ബോംബ് പൊട്ടിക്കും അല്ലെങ്കിൽ ഭൂമി കുലുങ്ങുമെന്ന് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിന് പുറത്ത് വെച്ച് പറഞ്ഞ ദിവസം തന്നെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്കിടയിൽ കൃത്യമായ ധാരണയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഇന്ന് വെളിപ്പെടുത്തിയ അഴിമതി സംബന്ധിച്ച രേഖകളാണ് ഉള്ളതെന്ന്. കാരണം പ്രശാന്ത് ഭൂഷൺ വഴിയാണ് രാഹുൽ ഗാന്ധിക്ക് ഈ രേഖകൾ കിട്ടിയതെന്ന് ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് തന്നെ ബി.ജെ.പി. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ളവർ അന്ന് തന്നെ മനസ്സിലാക്കിയതായിരുന്നു. ഈ അർത്ഥത്തിൽ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ഏറെക്കുറെ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി പലരെയും നിരാശപ്പെടുത്തുന്ന തരത്തിൽ ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം പിന്നീട് അതേക്കുറിച്ചൊന്നും പറയാതിരിക്കും. എന്നാൽ ഇന്ന് ഗുജറാത്തിൽ മോദിയുടെ തട്ടകത്തിൽ പോയി ഈ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത്. നാം ഓർക്കുന്നുണ്ടാകും, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറമെ ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നേരിടാവുന്ന നിയമ വിഷയങ്ങൾ ഓർത്ത് അരവിന്ദ് കെജ്രിവാൾ ഇത്തരമൊരു ആരോപണം ഡൽഹി നിയമസഭക്കകത്ത് ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ നിയമസഭക്കകത്ത് കെജ്രിവാൾ ഉന്നയിച്ച ആരോപണത്തിൻ്റെ രേഖകൾ അന്ന് കാര്യമായി പുറത്തു വന്നിരുന്നില്ല. അതിനുശേഷം പ്രശാന്ത് ഭൂഷൺ ഈ ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസായി നിയമിതനാകാൻ പോകുന്ന ജസ്റ്റിസ് കെഹാറിന് മുമ്പാകെ ഈ ഹർജി വരികയും ആ ഹർജിക്ക് ഹർജിയോടുകൂടെ ഇത്തരം ചില രേഖകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വളരെ നിഷേധാത്മകമായ സമീപനമായിരുന്നു ജസ്റ്റിസ് കെഹാറിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമുണ്ടായത്. കാരണം ഇത് സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. കുറേ കൂടി രേഖകൾ വേണമെന്ന് ജസ്റ്റിസ് കെഹാർ ആവശ്യപ്പെട്ടപ്പോൾ കുറച്ച് സമയം നീട്ടിത്തരണമെന്ന് പ്രശാന്ത് ഭൂഷൺ ഈ കെഹാറിനോട് ഏറ്റവും ഒടുവിൽ ഈ കേസ് വാദമെടുത്ത സമയത്തെ സംഭവമാണ് ഞാൻ നിങ്ങളോട് മുമ്പാകെ പറയുന്നത്. കുറച്ചുകൂടി സമയം നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ കെഹാർ അതിന് തയ്യാറായില്ല. ആ സമയത്ത് പ്രശാന്ത് ഭൂഷൺ ഒരു വിഷയം ഉന്നയിച്ചു. ജസ്റ്റിസ് കെഹാറിൻ്റെ പേര് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ്. സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിൽ നിയമിതനാകണമെന്ന കൊളീജിയത്തിൻ്റെ ശുപാർശ സുപ്രീം കോടതി അതിപ്പോൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയ സാഹചര്യത്തിൽ ഈ കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യഥാർത്ഥത്തിൽ സർക്കാരിനെ നയിക്കുന്നത് എന്നതുകൊണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പരിമിതി ഉണ്ടാകും എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് കെഹാർ ഈ ഒരു ആരോപണം കെഹാറിനോട് ഇത്തരമൊരു വിഷയം ഉന്നയിച്ചപ്പോൾ കെഹാർ അത് വളരെ നിർഭാഗ്യകരമാണെന്ന് പറയുകയും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ
അതിരൂക്ഷമായ ഭാഷയിൽ അതിനോട് കൂടി പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ കൂടെയുള്ള 2 ജഡ്ജിമാരും ഇത്തരമൊരു വിഷയം പ്രശാന്ത് ഭൂഷൺ നേരത്തെ ഉന്നയിക്കാമായിരുന്നു എന്ന് പറയുകയുമാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരിക്കലും സുപ്രീം കോടതി തള്ളിയിട്ടില്ല. മാത്രമല്ല, ഒടുവിൽ പ്രശാന്ത് ഭൂഷൺ ഈ കാര്യം ഉന്നയിച്ചു. എങ്കിൽ കോടതി തീരുമാനിക്കുന്നത് പോലെ കേസ് ഇപ്പോൾ തീർപ്പാക്കുകയോ അല്ലെങ്കിൽ താൻ ആവശ്യപ്പെടുന്നത് പോലെ മറ്റൊരു ബെഞ്ചിലേക്ക് വിടുകയോ ചെയ്യാം, കോടതിക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് കെഹാർ പ്രധാനമന്ത്രി മോദിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച ഈ ആരോപണങ്ങൾ അടുത്ത ജനുവരി 11 പരിഗണിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കോടതി തള്ളിക്കളഞ്ഞ ഒരു രേഖയല്ല, മറിച്ച് കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന ഇതിനകം സമർപ്പിച്ച ഇതിൽ എത്ര രേഖകൾ പ്രശാന്ത് ഭൂഷൺ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ വയ്യ. ഏതായാലും അതുവഴി തന്നെയാണ് ഇത്തരം രേഖകൾ രാഹുൽ ഗാന്ധിയിലും എത്തിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയാണ് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇന്നും പ്രശാന്ത് ഭൂഷൺ തൻ്റെ പക്കൽ ഇക്കാര്യത്തിലുള്ള തെളിവിനെ കുറിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുകയുണ്ടായി. ഈ കാര്യത്തിൽ അവസാനത്തെ തീർപ്പ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത് വരെ നമുക്ക് ഈ തെളിവുകൾ സംബന്ധിച്ച് എത്രത്തോളം അതിൻ്റെ സാധുത എന്ന് പറയാനാവില്ലെങ്കിലും ആരോപണം ശക്തമായി നിലനിൽക്കുക തന്നെയാണ്. റിയാസ്, അതായത് ഈ ആരോപണങ്ങൾ ഇന്നിപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തുമ്പോഴും BJP ഇക്കാര്യത്തിൽ വൈകുന്നേരം രവിശങ്കർ പ്രസാദ് നടത്തിയ വാർത്താ സമ്മേളനമുണ്ട്. ഇതിനൊരു രാഷ്ട്രീയമായ മാനം നൽകുകയാണ്. അതായത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അടക്കം അത് പുതിയ തലങ്ങളിലേക്കൊക്കെ നീങ്ങുന്ന ഘട്ടത്തിൽ മറിച്ചൊരു ആരോപണം ഉയർത്തുകയാണ് കോൺഗ്രസ്. ഇക്കാര്യത്തിൽ BJP പറയുന്ന ഒരു ന്യായം, BJP വക്താക്കളടക്കം പറയുന്നത് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അടിസ്ഥാനപരമായ വസ്തുതാപരമായ ഒരു ആരോപണം തന്നെയാണോ ഇന്ന് ഉയർത്തിയിരിക്കുന്നത്? BJPക്ക് ഇക്കാര്യത്തിൽ എന്ത് ന്യായീകരണം നൽകാൻ കഴിയുന്ന ഒരവസ്ഥയാണുള്ളത്? രണ്ട് രീതിയിലാണ് ഈ ആരോപണത്തെ BJP നേരിട്ടത്. ഞാൻ BJPയുടെ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വക്താവ് നടത്തിയ പത്രസമ്മേളനം കണ്ടു. ഒന്ന്, രാഹുൽ ഗാന്ധി അല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ഒരു രീതി. രാഹുൽ ഗാന്ധിയെ പൊതുവെ അദ്ദേഹത്തിൻ്റെ ചില ഇമ്മച്യൂർ നിലപാടുകൾ കാരണം പൊതുവെ BJPക്ക് കൂടി പുച്ഛിക്കാൻ സഹായകരമായ ചില സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അത് വിചാരിച്ച് രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന രീതി. രണ്ടാമത്തത് മറു ആരോപണങ്ങൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇറ്റാലിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ടും മറ്റും ഒക്കെയുള്ള മറു അഴിമതി ആരോപണങ്ങളും ഉന്നയിച്ച് നേരിടുന്നു. ഈ 2 രീതിയും തെറ്റാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് അതിനെ പരിഹസിക്കുന്നത് ശരിയല്ല. രണ്ടാമത്തത്, ഇപ്പോൾ ഇറ്റാലിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ BJP ഭരിച്ചിട്ട് 30 മാസമായല്ലോ. 30 മാസത്തിനിടയിൽ ഇറ്റാലിയൻ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ഗൗരവമാണെങ്കിൽ ഇതിനെതിരെ BJP എന്ത് നടപടിയെടുത്തു എന്ന് മാത്രമല്ല, ഈ കമ്പനിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബന്ധപ്പെട്ട പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് സബ് കോൺട്രാക്ട് കൊടുക്കുന്ന സ്ഥിതിയും ഉണ്ടായി. അപ്പൊ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതോടൊപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാത്തത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതിപ്പോൾ പ്രതികരിച്ചില്ല, പിന്നെ പ്രതികരിക്കണം. പ്രതികരിച്ചു പോകുന്ന ഒരു സ്ഥിതി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവണം. ഇതൊന്ന് ഇമെയിലും മറ്റൊന്ന് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയ എക്സൽ ഷീറ്റുമാണ് 2 രേഖകളായി IT ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ ഇമെയിൽ എവിഡൻസായി ഉപയോഗിക്കാമെന്ന് കോടതി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുള്ള തെളിവുകൾ ഗൗരവമുള്ളത് തന്നെയാണെന്നാണ് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ 9 തവണ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് എന്നുള്ളതും വളരെ ഗൗരവമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യ മര്യാദ പാലിക്കാൻ ശ്രീ മോഡി തയ്യാറാകുന്ന സ്ഥിതിയാണ് ഉണ്ടാകേണ്ടത്. മറു അഴിമതി ആരോപണം ഉന്നയിക്കലോ അല്ലെങ്കിൽ പരിഹസിക്കലോ അല്ല ഇതിന് പകരം ചെയ്യേണ്ടത്. കോർപ്പറേറ്റ്, കോൺഗ്രസ്, BJP എന്നിവരുടെ കൂട്ടുകെട്ട്, പല അഡ്ജസ്റ്റ്മെൻറ്റും ഇതൊക്കെ തന്നെ പുറത്തു വരുന്ന രീതിയിലേക്കാണ് പല ആരോപണങ്ങളും ഇങ്ങനെ പല ഘട്ടങ്ങളിലായി ഉന്നയിക്കുകയും ചിലത് ഉന്നയിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. യെസ്, തീർച്ചയായും. ഗോപാലകൃഷ്ണൻ BJPയുടെ അല്പസമയത്തിനകം അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ഷഫീർ,
എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കാതലായ രീതിയിൽ ഒരു കണക്കിലെടുക്കാൻ പോലും ഒരു പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു ആരോപണം, ഒരു അഴിമതിക്ക് മറ്റ് അഴിമതികൾ പൂർവ്വകാലങ്ങളിൽ ചെയ്ത UPA സർക്കാരിൻ്റെ കാലത്ത് അഴിമതി നിരത്തി 2G അടക്കം നിരത്തി പ്രതിരോധിക്കുകയാണ്. വസ്തുതാപരമായിട്ട് എത്രത്തോളം കാര്യങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? പ്രതിരോധത്തിൽ BJP ആക്കുന്ന തരത്തിലേക്ക് ഈ മുന്നോട്ട് വെച്ച ഭൂകമ്പം ഒരുപക്ഷെ ഉണ്ടാകുമെന്നാണ് രാഹുൽ ഗാന്ധി സഭയിൽ അല്ലെങ്കിൽ പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇക്കാര്യത്തിൽ അങ്ങനെ ഈ വരുന്ന എവിഡൻസുകൾക്ക് അത്രത്തോളം പ്രസക്തി ഉണ്ടോ? എന്താണ് ഇക്കാര്യത്തിൽ നിരത്താൻ കഴിയുന്ന ന്യായങ്ങൾ? അപ്പൊ ഇന്നിപ്പോ നമുക്കറിയാം, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഭരണപക്ഷത്തിന്റെ നേതാക്കന്മാർ സഭയിൽ വളഞ്ഞു നിന്ന് സഭ സ്തംഭിപ്പിച്ച ചരിത്രം രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സെക്ഷനിൽ കണ്ടു. ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ തടസ്സപ്പെടുത്താറുണ്ട്, പക്ഷേ ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിനെ തടസ്സപ്പെടുത്തിയ ചരിത്രം ഇതാദ്യമായിട്ടാണ്. ഇപ്പോൾ പട്ടേൽ സമുദായത്തിന്റെ സംവരണ പ്രശ്നങ്ങൾ കത്തുനിന്ന ഗുജറാത്തിലെ ബഹ്സാനയിലെ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുടെ റാലിയിൽ രാഹുൽ ഗാന്ധി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻകം ടാക്സ് രേഖകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, വെറുതെ ഒരു വാചോടമായി പറയുകയായിരുന്നില്ല. അവിടെ പറഞ്ഞു 2013 നവംബർ മാസം 2-ാം തീയതി 5 കോടി മുതൽ 2015 ഒക്ടോബർ മാസം 30-ന് 2.5 കോടി രൂപ ഉൾപ്പെടെ സഹാറ ഗ്രൂപ്പിൽ നിന്നും 40 കോടി രൂപ 9 തവണകളായിട്ട് BJPയുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദി കൈപ്പറ്റിയിട്ടുണ്ട്. ഇൻകം ടാക്സ് രേഖകൾ അത് പറയുന്നു. ഇൻകം ടാക്സിന് കൊടുത്തതായിട്ടുള്ള ഡയറികൾ അത് പറയുന്നു. ബിർള ഗ്രൂപ്പിൽ നിന്നും 25 കോടി രൂപ, അപ്പം 40-ഉം 25-ഉം കോടി രൂപകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കണക്കുകളിലേക്ക് പോയതിൻ്റെ ഇൻകം ടാക്സ് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ഇതെല്ലാം പഴയ കണക്കാണ്, UPയുടെ കണക്കാണ്, ഞങ്ങളുടെ അഴിമതിക്കെതിരാണ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, 3 കൊല്ലമായി രാജ്യം ഭരിക്കുന്നവർ രാഹുൽ ഗാന്ധി തെറ്റുകാരനാണോ? എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? റോബർട്ട് വധേര തെറ്റുകാരനാണോ? എന്തുകൊണ്ട് ജയിലിലിട്ടില്ല? സോണിയാഗാന്ധി തെറ്റുകാരിയാണോ? എന്തുകൊണ്ട് നിങ്ങൾ FIR എടുത്തില്ല? ഇതൊന്നും ചെയ്യാതെ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് കണക്കുകൾ വെച്ച് പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് ബാധകമല്ല, ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ പുതിയ കണക്കെന്താണെന്നറിയോ? അമിത്ഷാ അധ്യക്ഷനായിട്ടുള്ള ഗുജറാത്തിലെ ഒരു DCB, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അവിടെ നവംബർ മാസം 8-ാം തീയതി നോട്ട് പിൻവലിച്ചതിന് ശേഷമുള്ള 3 ദിവസങ്ങളിലായിട്ട് 500 കോടി രൂപയുടെ ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ നടന്നതായി തെളിവുകൾ സഹിതം ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളിൽ രേഖകൾ പുറത്തു വന്നു. അമിത്ഷായുടെ നേതൃത്വത്തിലാണ്. നിങ്ങൾ എങ്ങനെ മറുപടി പറയും? മൂന്നാമത്തെ കാര്യം, പേടിഎമ്മിന്റെ മേധാവിയാണ് ശ്രീ വിജയ് ശേഖർ ശർമ്മ. ഗോപാലകൃഷ്ണനായിട്ട് മറുപടി പറയേണ്ടതാണ്. വിജയ് ശേഖർ ശർമ്മയുടെ ഒരു ഇന്റർവ്യൂ ഹാക്ക് ചെയ്തുകൊണ്ട് അത് AICC വക്താവ് ശ്രീ മനു അഭിഷേക് സിംഗ്വി ഇന്നലെ പുറത്തുവിട്ടു. അതിൽ വിജയ് ശേഖർ ശർമ്മ പറയുന്നത് എന്തറിയാമോ? ഞങ്ങളെ സഹായിക്കാൻ, ഓൺലൈൻ പണമിടപാട് രംഗത്തെ കുലപതിയായ ഞങ്ങളെ സഹായിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടി അനുവർത്തിച്ചുകൊണ്ട് ചെയ്ത നടപടിയുടെ ഭാഗമായിട്ടാണ് നോട്ട് പിൻവലിക്കൽ. ഇത് പറഞ്ഞത് AICC അല്ല, ഇത് പറഞ്ഞത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ല, ഇത് പറഞ്ഞത് പേടിഎമ്മിന്റെ CEO വിജയ് ശർമ്മയെ പറയുക. വിജയ് ശേഖർ ശർമ്മ ഇന്നലെ പറഞ്ഞു വന്നു, ശബ്ദരേഖ പുറത്തു വന്നു. അവർ പറയുന്നത് ഒരു സാങ്കേതികയുടെ പ്രശ്നമാണ്, എഡിറ്റ് ചെയ്തതാ. ഇതെല്ലാം അന്വേഷണം നടത്തേണ്ട കാര്യമല്ലേ? തീർച്ചയായും ശ്രീ ഗോപാലകൃഷ്ണൻ, അതായത് ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തമായ ഒരു അന്വേഷണം ബോധ്യമായ ജനങ്ങൾക്ക് ബോധ്യമായ ഒരു തരത്തിലേക്ക് വരണം. കാരണം അഴിമതിയാണ് ഇവിടെ പ്രധാന പ്രശ്നം. ആ അഴിമതി, ബ്ലാക്ക് മണി ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അത് രാജ്യത്തെ ജനങ്ങൾ എല്ലാം നെല്ലിപ്പലകയോളം, അല്ല ഒരുപക്ഷെ ഭൂമിയോളം താണ് സഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരമൊരു അഴിമതി ആരോപണം വരുന്നത്. അത് തെറ്റല്ല, ഇക്കാര്യത്തിൽ വസ്തുത ഒന്നുമേയില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കില്ലേ, BJPക്കില്ലേ? ഇക്കാര്യത്തിൽ എന്തേ ഒരു മൗനം തുടരുന്നു? അല്ല, ഞാൻ കുറച്ച് വൈകിട്ടാണ് വന്നത്, അതുകൊണ്ട് ഇപ്പൊ ഏത് വിഷയത്തെക്കുറിച്ച് ചർച്ച എന്ന് മനസ്സിലാവുന്നില്ല. നേരത്തെ പറയുന്നത് കേട്ടു ഇവിടെ എന്തോ രാഹുൽ ഗാന്ധി തീർച്ചയായും ശ്രീ ഗോപാലകൃഷ്ണൻ മനസ്സിലായില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ തന്നെയാണ് ചർച്ച. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കൈരളി ചാനലിന് കുറച്ചൊരു നിലവാരവും മാന്യതയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഈ രാഹുൽ ഗാന്ധിയേക്കാൾ മാന്യത കുറഞ്ഞു പോയത് അല്പം വിഷമമുണ്ട്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സീരിയസ്നെസ്സും ഇല്ലാത്ത, നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ഏതെങ്കിലും ഒരു മലയാള ചാനൽ ഈ വിഷയം ചർച്ചയാക്കിയിട്ട് നോക്കൂ, ഇല്ല. വളരെ പുച്ഛിച്ച് തള്ളി, രാഗ ബലൂൺ എന്നാണ് ഇംഗ്ലീഷ് ചാനലുകൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സീരിയസ് ക്യാരക്ടർ അല്ലാതെ എൻ്റെ കയ്യിൽ ബോംബുണ്ട്, അത് പൊട്ടിയാൽ ഭൂമി കുലുങ്ങും എന്ന് പറഞ്ഞിട്ട്
വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ചെറിയ കുട്ടികൾ പറയാറില്ലേ, എൻ്റെ കയ്യിൽ മിഠായി ഉണ്ട്, വേണേ നിങ്ങൾക്ക് തരാം, ശർക്കര മിഠായിയാ, ഞാൻ തരില്ല എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ, അത് തെറ്റു പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ള ഒരു പക്വതയില്ലായ്മയാണ്. അങ്ങനെ പറയുന്ന ഒരു വിഷയത്തെയൊക്കെ നിങ്ങൾ ഈ കൈരളി ചാനൽ, സംഭവം ഞങ്ങൾ BJP എതിർക്കുന്ന ചാനലാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു രാഷ്ട്രീയ സ്ഥിരതയും ഒരു രാഷ്ട്രീയ മാന്യതയും ഇല്ലേ? വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചർച്ച നടത്തിയത് തന്നെ അന്ന് ഈ രാഗ ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ പത്രസമ്മേളനം വിളിച്ചപ്പോൾ അതിന്റെ പുറകിൽ CPM ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ടാവാം നിങ്ങൾ ചർച്ച ചെയ്തത്. എനിക്ക് വിരോധമില്ല. ഒരു കാര്യം അതായത് ദേശീയ മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ താങ്കൾ കേവലം ഒരു പ്രാദേശിക തലത്തിലേക്ക് അങ്ങനെ കൊണ്ടുവരും. ശ്രീ മുഹമ്മദ് റിയാസ്, ഇക്കാര്യത്തിൽ ഒരു ഇങ്ങനെ രാഹുൽ ഗാന്ധി പറയുമ്പോൾ മാത്രം ഞാൻ പറഞ്ഞു കഴിയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയുമ്പോഴേക്കും അങ്ങോട്ട് റിയാസിന്റെ അടുത്തേക്ക് പോകല്ലേ? ഞാൻ പറയുമ്പോഴേക്കും, അതായത് ഡൽഹിയിലെ കെജ്രിവാൾ ഈ ആരോപണം കൊണ്ടുവന്നിട്ട്, ഡൽഹിയിലെ കെജ്രിവാൾ കൊണ്ടുവന്ന ആരോപണം, ആ ആരോപണം പുച്ഛിച്ച് തള്ളി സുപ്രീം കോടതി. എവിടെ തള്ളി ശ്രീ ഗോപാലകൃഷ്ണൻ? എവിടെ തള്ളി? എന്ത് തള്ളി? അല്ല, എന്ത് തള്ളി? താങ്കൾ പറയണം, എങ്ങനെ തള്ളി? ഞാൻ എന്നൊന്നും മിണ്ടായിരിക്കും, ഞാൻ സംസാരിക്കട്ടെ. സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, അതായത് ഇതിനകത്ത് അബ്സല്യൂട്ട്ലി ദർ ഇസ് നോ എവിഡൻസ്, മെനി പീപ്പിൾ ക്യാൻ റൈറ്റ് വാട്ട് എവർ ഇറ്റ് മേ ബി ഇൻ ദ ഡയറി. അതിനകത്ത് യാതൊരു തെളിവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പത്രമാധ്യമങ്ങളിലെല്ലാം വന്നു. മാധ്യമങ്ങളെ വിശ്വസിക്കാമെങ്കിൽ, മലയാളവും ഇംഗ്ലീഷും അടക്കമുള്ള മാധ്യമങ്ങളെ വിശ്വസിക്കാമെങ്കിൽ നമുക്കത് വിശ്വസിക്കാം. കഴിഞ്ഞ 15 വർഷം, 2013 സംഭവമാണ്, വർഷം 3 കഴിഞ്ഞു. കഴിഞ്ഞ 15 വർഷം മുഖ്യമന്ത്രിയായിട്ട് ഈ കോൺഗ്രസിന്റെ ആളുകൾക്ക് ഒരു വിരല് പോലും, ഒരു അഴിമതിയുടെ ആരോപണത്തിന്റെ ഒരു വിരലുയർത്താൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2.5 വർഷം ഇന്ത്യ ഭരിക്കുന്നു, അഴിമതിയില്ല. ഇവർക്ക് അസൂയയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, എന്താ അറിയോ? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ തലപ്പാവ് മൻമോഹൻ സിംഗിനെ പോലെ ആ പാവ മനുഷ്യനെ ഇല്ല. 2 പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രി കുടുംബാംഗങ്ങളുടെയോ പാരമ്പര്യവുമില്ല. ആ മനുഷ്യന് ഒരു സാധു, ജീവിക്കാൻ ഗതിയില്ലാതെ കഷ്ടപ്പെട്ട് വളർന്ന് ചായപ്പൊടി വിറ്റ് ചായ കൊടുത്ത് തെരുവീഥികളിൽ അനഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ വളർന്നു വന്നു. അദ്ദേഹത്തിന് വീടില്ല, കുടിയില്ല, ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. നിങ്ങൾ എന്താ അഴിമതി? ഒരു മനുഷ്യനെ കുറിച്ച് അഴിമതി ആരോപണം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, ഈ നാടിന്റെ നന്മ. ആ നന്മ ജനങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് അഴിമതിയുടെ പേരിൽ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞാൽ, വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കൂ. നിങ്ങൾ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ, ഞങ്ങൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലും അഴിമതി ഉണ്ടായിട്ടില്ല. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം നിങ്ങൾ നോക്കിക്കോ. ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചു. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, വർഗീയത പറയുന്നുണ്ടാവും, പിന്തിരിപ്പം പറയുന്നുണ്ടാവും, അത് വേറെ വിഷയം. പക്ഷെ അഴിമതിയുടെ ഒരു കറ പുരളാത്ത ഒരു ലീഡർഷിപ്പാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. സുപ്രീം കോടതി ഈ പറയുന്നത് പോലെ, ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെ, ഇക്കാര്യത്തിൽ തെളിവുകൾ അല്ലെങ്കിൽ ഒന്നുമേ ഇല്ല, വസ്തുത ഒന്നുമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവോ? കോടതിയുടെ പരാമർശങ്ങളെ പോലും ഇവിടെ വളച്ചൊടിക്കുന്നുണ്ടോ? വസ്തുത ഇക്കാര്യത്തിൽ വെളിപ്പെടേണ്ടതുണ്ട്. കാരണം കൂടുതൽ തെളിവുകൾ കൊണ്ടുവരിക മാത്രമല്ല, ജനുവരി 11 കേസ് വീണ്ടും പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ കോടതി ഈ പരാമർശത്തെ പോലും വളച്ചൊടിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയാണല്ലോ ശ്രീ ഗോപാലകൃഷ്ണന്റെ ഇതിലുള്ള പ്രതികരണം. അദ്ദേഹം ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകില്ല. രാഹുൽ ഗാന്ധിയാണ് ഉന്നയിച്ചത് എന്നതുകൊണ്ട് പരിഹസിച്ച് ഈ വിഷയത്തെ തള്ളിക്കളയുന്ന രീതിയോട് യോജിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം അതപ്പോൾ കേട്ടിരുന്നില്ല. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷം നടത്തിയ പ്രതികരണം നോക്കൂ. കുട്ടികൾ കോലുമുട്ടായി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതിൽ കോൺഗ്രസിന് കൂടി ഉത്തരവാദിത്തമുണ്ട്. ഇമ്മച്വർ ആയിട്ടുള്ള പല പൊളിറ്റിക്കൽ നിലപാടും എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. അത് പോട്ടെ, അത് മാറ്റൂ. പിന്നെ BJP അഴിമതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വാജ്പേയി ഭരണകാലത്ത് വെറൈറ്റി അഴിമതി നടത്തിയവരാ. പട്ടാളക്കാരുടെ ശവപ്പെട്ടി പറയട്ടെ, എന്താണിത്? ഒരു ചർച്ച ഇങ്ങനെ ബഹളമാക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ലല്ലോ. നിങ്ങൾ എത്ര വേണം പറഞ്ഞു, ഞാൻ മിണ്ടില്ല. ഞാനൊന്ന് പറയട്ടെ. ശവപ്പെട്ടി കുംഭകോണം മുതൽ പലതരത്തിലുള്ള കുംഭകോണം ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട, നമ്മൾ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. ഞാൻ അതിൻ്റെ ഇത് പരിശോധിച്ചു, ആ മെയിൽ കോപ്പി പരിശോധിച്ചു, നെറ്റിൽ പരിശോധിച്ചപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് അന്വേഷിച്ചോട്ടെ. അന്വേഷിച്ചിട്ട് ശ്രീ ഗോപാലകൃഷ്ണനും BJP ഒക്കെ പറയുന്നത് പോലെ അതിൽ ശ്രീ മോഡിക്ക് ഒരു പങ്കുമില്ലെങ്കിൽ ആയിക്കോട്ടെ, ആരും അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഒരു അന്വേഷണത്തിന് എന്തിനു ഭയപ്പെടുന്നു എന്നുള്ള ചോദ്യം. ഉദാഹരണത്തിന്
ഒക്ടോബർ 30, 2013 2.5 crore ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക്. ഷഫീർ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിലല്ല, അന്ന് ശ്രീ മോഡി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. അതിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ഗുജറാത്ത് CM. അല്ലാതെ കോൺഗ്രസ് വക്താവ് പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കല്ല. ഞാൻ പറഞ്ഞത് നവംബർ 12, 2013 വീണ്ടും 5 കോടി ഗുജറാത്ത് CM-ന്. നവംബർ 27, 2013 5 കോടി വീണ്ടും ഗുജറാത്ത് CM-ന്. നവംബർ 29, 2013 5 കോടി വീണ്ടും ഗുജറാത്ത് CM-ന്. ഡിസംബർ 6, 2013 5 കോടി. ഡിസംബർ 19, 2013 5 കോടി ടു ഗുജറാത്ത് CM. 2014 ജനുവരി 13 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമയമാണ് 5 കോടി ടു ഗുജറാത്ത് CM. ജനുവരി 28, 2014 5 കോടി ടു ഗുജറാത്ത് CM. ഫെബ്രുവരി 22, 2014 5 കോടി ടു ഗുജറാത്ത് CM. ബിർള ഗ്രൂപ്പിന് 12 കോടി മോഡി ഈ നിലയിൽ മോഡിക്ക് ഗുജറാത്ത് CM-ന് ട്രാൻസ്ഫർ ചെയ്തു. ഇങ്ങനെ 9 തവണയാണ് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ, അതായത് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടത്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അടിസ്ഥാനമില്ലാത്തതാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാം, ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ ജനം ഇതിൽ പ്രതീക്ഷിക്കുന്ന എന്താ? ഒരു അന്വേഷണമാണ്. കാരണം 9 തവണ ഈ ഇത്തരത്തിൽ പേര് വന്ന ഇത്തരം ഒരു വിഷയത്തിനകത്ത് നിരപരാധിത്വം ഉണ്ടെങ്കിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതല്ലേ ശരി. അല്ലാതെ കോലുമിട്ടായി രാഹുൽ ഗാന്ധി ചെറിയ കുട്ടി, പക്വതക്കുറവ് എന്നൊക്കെ പറയുകയോ അല്ലെങ്കിൽ തിരിച്ച് മറു ആരോപണം ഉന്നയിക്കുകയോ ചെയ്യുന്ന രീതിയോട് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജനാധിപത്യപരമായി ഇതിനെ നേരിടണം, ഇത് ഗൗരവമായി കാണണം, അത് പരിഹസിക്കാതെ നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കാനും. അതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. അതായത് ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ആദായ നികുതി വകുപ്പ് അല്ലെങ്കിൽ കണ്ടുകിട്ടിയ ഇത്തരം ഈ രേഖ ഇതെന്തായാലും കെട്ടിച്ചമച്ചത് ആണെങ്കിൽ അത് ആ രീതിയിലൊരു അന്വേഷണം ആവശ്യപ്പെടണം. ഇന്ന് രവിശങ്കർ പ്രസാദ് വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും ഇത് നിഷേധിക്കാതെ പകരം മറിച്ച് അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുകയാണ്. 1, 2 ഇക്കാര്യത്തിൽ ബിർളയോ അല്ലെങ്കിൽ സഹാറ ഇക്കാര്യത്തിൽ നിഷേധിച്ചിട്ടില്ല. അവർ നിഷേധിക്കാത്തിടത്തോളം കാലം സംശയത്തിന്റെ ഒരു ഭാഗം അവിടെ ബാക്കിയായി അവശേഷിക്കുന്നു. ഇത്തരത്തിൽ പല ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ ആ സംശയം ഇല്ലാതാക്കേണ്ട ബാധ്യത പ്രധാനമന്ത്രിക്കില്ലേ? സ്വതന്ത്രമായ ഒരു അന്വേഷണത്തെ എന്തിനു ഭയപ്പെടുന്നു? ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ഞാൻ പറഞ്ഞ ഈ ചൂണ്ടിക്കാട്ടിയ ഇത്തരം ഘടകങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു മറുപടി. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയെയും പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും ഒക്കെ മുകളിലായിട്ട് ഇന്ത്യൻ ജനതയും ഇന്ത്യയിലെ എല്ലാവരും വിശ്വസിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താ? സുപ്രീം കോടതിയിലേക്ക് ആദ്യം പോയത് ഇതിൻ്റെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ കയ്യിൽ സുപ്രീം കോടതിയുടെ ഡോക്യുമെൻറ്റ്സ് വന്ന സാധനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സാണ് ഇരിക്കുന്നത്. അതിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞേ? പ്രോബ്, അന്വേഷണം. ഇതിനൊരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള യാതൊന്നുമില്ല. അതുകൊണ്ട് അതായത് പ്രശാന്ത് ഭൂഷണോട് പറഞ്ഞത് കൂടുതൽ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ കൊണ്ടുവരിക, അത് നൽകാൻ തയ്യാറാണെന്ന് പ്രശാന്ത് ഭൂഷൺ പറയുകയും ചെയ്തിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് ശേഷം അല്ലെങ്കിൽ പരാമർശത്തിന് ശേഷം വന്നിട്ടുള്ള ഓരോ ഘടകങ്ങളും ആരോപണത്തിന്റെ മുന കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. സാർ, നിങ്ങൾക്ക് 10,000 ആരോപണം ആരുടെ മേലിലും ഉന്നയിക്കാം. ഞാൻ അതിലേക്ക് വരുന്നു. അതിനു മുമ്പ് ഞാൻ ഈ സഹാറ ബിർളയുടെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബോംബുണ്ടല്ലോ, ആ ബോംബിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഈ കണ്ണൂരിൽ കിട്ടുന്ന സ്റ്റീൽ ബോംബിനെക്കാട്ടിലും CPM-കാരുടെ സ്റ്റീൽ ബോംബിനേക്കാളും ചെറുതായി പോയി. അതാ പറ്റിയത്. ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. അത് സുപ്രീം കോടതി പറഞ്ഞു അതിനകത്ത് ഒന്നുമില്ല. അതുകൊണ്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതവിടെ കിടക്കട്ടെ. നിങ്ങളത് ഉയർത്തിക്കൊണ്ടുവന്നോളൂ, അതിലെനിക്ക് വിരോധമില്ല. അത് ജനാധിപത്യത്തിൽ ആരോപണം കൊണ്ടുവരാം. അങ്ങനെയൊക്കെ ആരോപണമാണെങ്കിൽ കഴിഞ്ഞ നിയമസഭയിൽ കശുവണ്ടിയെ കുറിച്ചിട്ടൊരു ആരോപണം വന്നിരുന്നു. എന്താ, റെഡിയാണോ അന്വേഷണം നടത്താൻ? കശുവണ്ടിയെ കുറിച്ചിട്ടുള്ള ആരോപണം ആർക്കെതിരെ വന്ന? മന്ത്രിക്കെതിരെ. ആരാ ഉന്നയിച്ചത്? VD സതീശൻ. എവിടെയാണ് ഉന്നയിച്ചത്? നിയമസഭയിൽ. കർഷക റാലിയിലല്ല, നിയമസഭയിൽ. അന്വേഷിക്കുകയോ? മണിയച്ചന്റെ മാസപ്പടിയെ കുറിച്ചിട്ട് നമുക്ക് പണ്ടേ ആനത്തലവട്ട ആനന്ദനടക്കമുള്ള ആളുകൾക്കെതിരെ ധാരാളം ആരോപണമുണ്ട്. അന്വേഷിക്കുകയോ? ഇനി ഞാൻ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ളവരുടെ, വേണ്ട, അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിനെ കുറിച്ചിട്ട് ധാരാളം ആരോപണം വന്നിട്ടുണ്ട്. ഒരു അന്വേഷണ കമ്മീഷൻ നിങ്ങൾ വെച്ചിട്ടുണ്ടോ? പറ. വെറുതെ എന്തിന് ആരോപണം ഉന്നയിക്കാൻ ആർക്കും പറ്റും? ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം വെറുതെ ആരോപണം ഉന്നയിക്കും. ഇപ്പൊ തന്നെ എനിക്ക് വലിയ താല്പര്യം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് വലിയ താല്പര്യമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് CPM-ന്റെ നമ്മുടെ ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ഇത് നോക്കൂ. ഇങ്ങനെ കളവായി കാര്യങ്ങൾ പറയല്ലേ സുഹൃത്തെ. അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലെ നിങ്ങൾ പറയുന്നു ശവപ്പെട്ടി കുംഭകോണം.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അടൽ ബിഹാരി വാജ്പേയിക്ക് ശേഷം അധികാരത്തിൽ വന്നതാരാ? CPM ഭരിക്കുന്ന UPA ഗവൺമെന്റ് ആണ് വന്നത്. ആ UPA ഗവൺമെന്റിന്റെ തീരുമാനം എന്താ നിങ്ങൾക്കറിയോ? നിങ്ങൾ ഭരിച്ചിരുന്ന, നിങ്ങൾ പിന്തുണ കൊടുത്തിരുന്നതാ. ഇങ്ങനൊരു കുംഭകോണം നടന്നിട്ടില്ല എന്നും അന്വേഷണം നടത്തി അങ്ങനെ ഒരു കുംഭകോണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് എഴുതി തള്ളിയതാ നിങ്ങളുടെ സർക്കാർ, CPM പിന്തുണ കൊടുക്കുന്ന സർക്കാർ. പാവം ആ ജോർജ് ഫെർണാണ്ടസ്, ഇനിയെങ്കിലും അദ്ദേഹത്തിന് ഓർമ്മയില്ല, മരിക്കാറായി കിടക്കുന്ന ഒരു മനുഷ്യനാ, എഴുതി തള്ളിയ സാധനമാ. അങ്ങനെ ഒരു കേസില്ല. ആരോപണം, നിങ്ങൾക്ക് ആരോപണം, നാളെ എനിക്കും ആരോപണം ഉപയോഗിക്കാം. ഞാൻ നാളെ പത്രസമ്മേളനം നടത്താം, പിണറായി വിജയൻ 10,000 കോടി മേടിച്ചു എന്ന് പറഞ്ഞിട്ട്. ആരോപണം ആരെങ്കിലും പറഞ്ഞ ഉടനെ അന്വേഷിക്കാൻ വേണ്ടി പോവാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആരോപണം CPM-ന്റെ നേതാക്കന്മാരുടെ ശ്രീ ഹസനുൽ ബന്ന സുപ്രീം കോടതിയുടെ മറ പിടിച്ച് ഇക്കാര്യത്തിൽ ശ്രീ ഹസനുൽ ബന്ന, താങ്കൾ ദില്ലിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. ഇക്കാര്യത്തിൽ ഈ പറയുന്ന BJP നേതാക്കൾ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി പറയുന്നത് കൊണ്ട് ആരോപണം അത് ഇല്ലാതാകുന്നു. മാത്രമല്ല സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ എന്താണ്, അതിലെ വസ്തുതാപരമായ അംശങ്ങൾ? ഞാനത് വായിക്കാമാണെങ്കിൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വല്ല നിർദ്ദേശവും നൽകിയിട്ടുണ്ടെങ്കിൽ അത് കേസ് അടുത്ത ജനുവരി 11 പരിഗണിക്കും എന്നാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കേസ് വന്നത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കേസ് വന്നപ്പോഴാണ് പ്രശാന്ത് ഭൂഷൺ ജസ്റ്റിസ് കെഹാർ ഈ കേസ് പരിഗണിക്കുന്നതിലുള്ള ഒരു വിയോജനം രേഖപ്പെടുത്തിയത്. അത് ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ച മോശമായ ധാരണ സൃഷ്ടിക്കുമെന്നും ജസ്റ്റിസ് കെഹാറിൻ്റെ ഫയൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെയുള്ള കേസ് പരിഗണിക്കുന്നത് ഭൂഷണമല്ലെന്നും ഈ പ്രശാന്ത് ഭൂഷൺ വ്യക്തമാക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ അറ്റോർണി ജനറൽ, BJP സർക്കാരിൻ്റെ അറ്റോർണി ജനറൽ മുകുൽ രോഹ്തഗി ഇത് വളരെ ചീപ്പ് ടാക്ടിക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായ രീതിയിൽ പ്രശാന്ത് ഭൂഷണെതിരെ ആഞ്ഞടിച്ചെങ്കിലും ഒടുവിൽ ജസ്റ്റിസ് കെഹാറിന് പ്രശാന്ത് ഭൂഷന്റെ വാദം അംഗീകരിച്ച് കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് വിടാൻ തീരുമാനിക്കേണ്ടി വന്നു. എങ്കിൽ അക്കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഇക്കാര്യം ഞാൻ ചീഫ് ജസ്റ്റിസിനോട്, നിലവിലുള്ള ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിനോട് അറിയിക്കാമെന്ന് പറഞ്ഞ് കേസ് 11ലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് മെറിറ്റുകളിലേക്ക്, ഈ ഉന്നയിച്ച ആരോപണത്തിലേക്കോ വിശദാംശങ്ങളിലേക്കോ കടന്നിട്ടില്ല. മറിച്ച് ഇതിനു മുമ്പ് ഈ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ സമർപ്പിച്ച രേഖകളെക്കുറിച്ച് പറഞ്ഞത് അതിന് മുമ്പുള്ള കാര്യമാണ്. ഏറ്റവും ഒടുവിൽ വെള്ളിയാഴ്ച സംഭവിച്ച കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. അപ്പോൾ ഇനി കേസ് അടുത്ത 11 വരുമ്പോൾ മാത്രമേ പ്രശാന്ത് ഭൂഷൺ സമർപ്പിച്ച രേഖകൾ എന്തുമാത്രമാണെന്നും രാഹുൽ ഗാന്ധി ഇന്ന് വായിച്ച രേഖകൾ അതിലുണ്ടോ എന്നും പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ രേഖകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം, അങ്കിത പാണ്ഡെ എന്ന ആദായ നികുതി വകുപ്പിൻ്റെ ബന്ധപ്പെട്ട ഓഫീസർ അവരുടെ കയ്യൊപ്പോട് കൂടിയ, അവരുടെ സിഗ്നേച്ചറോട് കൂടിയ, സീലോട് കൂടിയ രേഖയാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി വായിച്ചു കേൾപ്പിച്ചത്. ആ രേഖ നിഷേധിക്കാൻ BJP തയ്യാറായിട്ടില്ല. ഇവിടെ കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ് ഇന്ന് BJP ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അത് നിഷേധിച്ചിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, രാഹുൽ ഗാന്ധി ഇക്കാര്യം പറയുമെന്നും ഭൂമി കുലുങ്ങുമെന്നും പറഞ്ഞ നാളിൽ തന്നെ BJPയുടെ ബ്രീഫിങ്ങിനിടയിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ഇത്തരമൊരു രേഖ ആദായ നികുതി വകുപ്പിൻ്റെ കയ്യിലുള്ള കാര്യം നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്, പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്, അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടത്, ആദായ നികുതി വകുപ്പിൻ്റെ കയ്യിലുള്ള ആ ഫയൽ എന്തുകൊണ്ട് പിടിച്ചു വെച്ചു, എന്തുകൊണ്ട് അതിൽ തുടരന്വേഷണം ഉണ്ടായില്ല എന്നതാണ്. ഈ കാര്യത്തിൽ ആദായ നികുതി വകുപ്പിൻ്റെ പക്കലുള്ള രേഖ വ്യാജമായിരുന്നെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസർ, ഈ പറയുന്ന അങ്കിത പാണ്ഡെ എന്ന് പറയുന്ന ഓഫീസർ വന്ന് അക്കാര്യം പറയേണ്ടതായിരുന്നു. അവരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൽ സംശയത്തിൻ്റെ നിഴൽ പ്രധാനമന്ത്രിക്ക് മേൽ വീണിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇക്കാര്യത്തിൽ നിന്ന് അദ്ദേഹം കോടതി എന്തെങ്കിലും അന്തിമമായി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ നമുക്ക് പോലും ഒന്നും പറയാൻ കഴിയാത്ത. അതാണ് ശ്രീ ഷഫീർ, അതാണ് വസ്തുതകളെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് ശരിയാണോ? കാരണം പ്രധാനമന്ത്രിയാണ് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ അങ്കിത പാണ്ഡെയുണ്ട്. മാത്രമല്ല രവിശങ്കർ പ്രസാദ്, അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ളവർ ആരും തന്നെ ഈ രേഖ നമ്മുടെ കൈവശമുള്ള CM-ന് ഇത്ര നൽകി,
ഇത്ര നൽകി, ഓരോ ഡേറ്റ് ഇട്ട രേഖ അത് നിഷേധിക്കുന്നില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് കൊണ്ട് മാത്രം ഇക്കാര്യം BJP ആ ലാഘവത്തോട് അങ്ങനെ കണക്കാക്കി തള്ളുമ്പോൾ ഇപ്പോൾ ബഹുമാനായ ശ്രീ BJPയുടെ നേതാവ് ശ്രീ ഗോപാലകൃഷ്ണേട്ടൻ അദ്ദേഹം എല്ലാ ചർച്ചകളിലും കാണിക്കുന്ന ഒരുതരം പിന്നെ ഭാഷയുണ്ട്. ആ ഭാഷയാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രയോഗിച്ചത്. ഞാനതിലേക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ശൈലിയെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നിരയിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ശ്രീമതി അങ്കിത പാണ്ഡെയുടെ സീലപ്പും അവരുടെ കയ്യൊപ്പും ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഡേറ്റ് സഹിതം പുറത്തുവിടുമ്പോൾ അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്താമെന്ന് പറയുന്നതിന് പകരം ഉന്നയിക്കപ്പെട്ട ആളിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെയും സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ശരിയാണോ? ഞാനൊരു കാര്യം പറയാം, സഹാറ ഗ്രൂപ്പ് നിഷേധിച്ചിട്ടില്ല, ബിർള ഗ്രൂപ്പ് നിഷേധിച്ചിട്ടില്ല. ഇനി ഒരുപക്ഷെ അവർ നിഷേധിച്ചാൽ പോലും രേഖകളുണ്ട്, ആ രേഖകൾ ഇതൊന്നും നിഷേധിക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ് ശ്രീ പ്രതീഷ്, ഇവിടെ BJP ആകെ അങ്കലാപ്പിലാണ്. ഇവിടെ കുറേയേറെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ഉന്നയിച്ച ഒറ്റ ആരോപണത്തിനും ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞില്ല. ഇന്നിപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയ 500 കോടി രൂപയുടെ ഇടപാട്, അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ബാങ്കിൻ്റെ ഇടപാട് പുറത്തു വന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ ചർച്ചയിൽ ഒരിടത്തും മറുപടി പറയില്ല. പറയാതെ മറ്റു പലതും പറയും. ഈ നോട്ട് വിവാദങ്ങൾ കത്തിപ്പടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലായിരുന്നല്ലോ അരുണാചൽ പ്രദേശ് അഴിമതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ശ്രീ കിരൺ റിജ്ജു അദ്ദേഹത്തിൻ്റെ സ്വന്തം അളിയൻ മറ്റൊരു റിജ്ജുവിൻ്റെ പേരിൽ വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി ഡാം നിർമ്മാണത്തിൽ 440 കോടി രൂപയുടെ ഇടപാടുകളിൽ വെട്ടിപ്പ് നടത്തിയെന്നുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നു. അതിനെ സംബന്ധിച്ച് മന്ത്രിയെ മാറ്റി നിർത്തി ഒരു ചെറിയ അന്വേഷണം പ്രഖ്യാപിക്കാൻ പോലും, ഒരു പ്രോബ് പ്രഖ്യാപിക്കാൻ പോലും ഇതുവരെയും BJP തന്നിട്ടില്ല. അതാണ് BJPയുടെ ഈ കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ്. ഇനി 3, അമിത്ഷാ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളാണെന്ന് പറയുന്ന ഈ 13,860 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച മഹേഷ് ഷാ ഗുജറാത്തിലെ ആളാണ്. അദ്ദേഹം ഒരു ബജി കച്ചവടക്കാരനായിരുന്നു. ആ മഹേഷ് ഷായുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു. കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ഗുജറാത്തിലെ SP കയ്യിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ പരിശോധിക്കണം. അത് ആ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 13,860 കോടി രൂപയുടെ എൻ്റെ കൈവശമുള്ളതല്ല, അതിൻ്റെ എല്ലാം മുഴുവൻ ബിനാമി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചതാണ്, അത് കേന്ദ്രത്തിലെ BJPയുടെ അധ്യക്ഷൻ ശ്രീ അമിത്ഷായുടേതാണ് എന്ന് അദ്ദേഹത്തിന്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു. ഞാൻ പറഞ്ഞത് ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് റിയാസിലേക്കും ഒപ്പം ഗോപാലകൃഷ്ണനിലേക്കും മടങ്ങിയെത്താം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ മുഹമ്മദ് റിയാസ്, അതായത് 2 ആഴ്ചക്കാലത്തോളം, ആഴ്ചയിലേറെ ലോക്സഭയും രാജ്യസഭയും സ്തംഭിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നു. അവിടെ പ്രതിപക്ഷത്തെ പോലും സംസാരിക്കാൻ അവസാന ഘട്ടത്തിൽ തരത്തിലേക്ക് കാര്യങ്ങൾ ഭരണപക്ഷം നിലപാട് സ്വീകരിക്കുന്നു. ഒരുപക്ഷെ ആശ്ചര്യം തോന്നിയ അവസ്ഥ അതൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്ന് കോടതിയുടെ പരാമർശത്തെ പോലും മറ്റൊരു തരത്തിലേക്ക് ഗോപാലകൃഷ്ണൻ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഏത് തരത്തിൽ നോക്കി കാണേണ്ടി വരും റിയാസ്? പാർലമെന്റ് ജനാധിപത്യ വിരുദ്ധ സമീപനത്തോടെ ഡിസ്കഷൻ ഒഴിവാക്കിയതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീ ഗോപാലകൃഷ്ണൻ സുപ്രീം കോടതി ഇങ്ങനെയൊരു നിലപാടെടുത്തു, അതുകൊണ്ടാണ് ഇതിൽ അന്വേഷണമില്ലാത്തതെന്ന് പറഞ്ഞു. കുറച്ചു നേരത്തെ വൈകുന്നേരമാണ് കേന്ദ്രമന്ത്രി കൂടിയായ BJP നേതാവ് രവിശങ്കർ പ്രസാദിൻ്റെ പ്രസ് മീറ്റ് ഞാൻ കണ്ടത്. അതിലെവിടെയും അന്വേഷണം നടത്താത്തതിൻ്റെ കാരണം സുപ്രീം കോടതി ഇങ്ങനെയൊരു നിലപാടെടുത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി ഞാൻ കേൾക്കാതെ പറഞ്ഞോന്നറിയില്ല. അപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു നിലപാട്, കേന്ദ്രമന്ത്രിയും BJPയുടെ ദേശീയ വക്താവിനും വേറൊരു നിലപാടാണോ? ഒന്നത്. രണ്ടാമത്തെ ഒരു സംശയം, ഇതിൻ്റെ രേഖകൾ ഗൗരവമാണല്ലോ. ഇവിടെ പറഞ്ഞ ഞാൻ ആവർത്തിക്കുന്നില്ല, ഗൗരവമുള്ള രേഖയാണ്. അതുമല്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് ഇവിടെ എത്തിയിട്ടില്ലായിരുന്നു. ഇമെയിൽ ക്യാൻ ബി ടേക്കൺ ആസ് എൻ എവിഡൻസ് എന്ന് സുപ്രീം കോടതി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് അറിയാലോ, അങ്ങ് ഒരു വക്കീലാണല്ലോ. അപ്പോൾ ഇതൊരു ഇമെയിൽ കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ രേഖയെ നിഷേധിച്ചിട്ടില്ല എന്തുകൊണ്ട്? മൂന്നാമത്തത്, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, അവിടെ എങ്ങനെ ഉണ്ടായി, ഇവിടെ എങ്ങനെ ഉണ്ടായി, അന്ന് അന്വേഷണമില്ല എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലെ നിങ്ങളും തെറ്റ് ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് അങ്ങനെ ആയതുകൊണ്ട് ഇതും ഇങ്ങനെയാണെന്ന് പറയുന്നതിനോട് യോജിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ ആയിരുന്നില്ല എന്ന് മാത്രമല്ല, അതൊക്കെ കൃത്യമായിട്ട് അറിയുന്നതാണ്. നാലാമത്തത്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന ഇറ്റാലിയൻ കമ്പനി, ആ കമ്പനിയെക്കുറിച്ച് BJP ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു. ആരോപണം ശരിയായിരിക്കും, വളരെ ഗൗരവമേറിയതാണ്. എന്നാൽ അതേ കമ്പനിക്ക് ഒരു സർക്കാർ സബ് കോൺട്രാക്ട് എന്തുകൊണ്ട് മോഡി ഗവൺമെൻറ് കൊടുത്തു? അതേ കമ്പനിയെ എന്തുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ, കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? 30 മാസമായല്ലോ ശ്രീ മോഡി സർക്കാരിൻ്റെ ഭരണം. എന്തുകൊണ്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ സോകോൾഡ് കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡേഴ്സിനെതിരെ ഉണ്ടായിട്ടുള്ള ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മോഡി ഗവൺമെൻറ് തയ്യാറായിട്ടില്ല?
അപ്പോൾ ഈ 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഉത്തരം പറഞ്ഞ് നല്ലതാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, കാരണം കോടതിയുടെ പരാമർശത്തിൽ അതിൽ തന്നെ തുടങ്ങാം. ദയവായി വസ്തുതകളിൽ നിന്നും കൃത്യമായി സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് പോകാം. പ്രസിദ്ധിയില്ല. ഞാൻ വസ്തുതകളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പോവാം. വസ്തുതകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയാം. ഒന്നാമത്തെ കാര്യം, ഞാൻ അതിനു മുമ്പ് നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ 2 കാര്യം. ഒന്ന് കിരൺ റിജിജുവിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ആ കിരൺ റിജിജുവിൻ്റെ കാര്യം പറയട്ടെ, അത് UPA ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന, അതായത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന ഇടപാടാണ്. ഒരു ഏരിയയിൽ ഭൂമി ഒരു വിഷയത്തിന് വേണ്ടി എടുക്കുകയും ആ ഭൂമിക്ക് വേണ്ട രീതിയിൽ പണം കിട്ടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ MP-ക്ക് ആ വിഷയത്തിൽ ഇടപെടാം. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും MP-മാർ പല കാര്യത്തിൽ ഇടപെടാറില്ല, ഞങ്ങൾ ഇടപെടും. അതുകൊണ്ട് ഇടപെട്ടുകൊണ്ട് അരുൺ ജെയ്റ്റ്ലി കത്തെഴുതി ആ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട്, അതാണ് ആ വിഷയം. അത് പാർലമെന്റിൽ ഉന്നയിച്ചു. മനസ്സിലായിട്ടുണ്ടാവില്ല, അതവിടെ കിടക്കട്ടെ. അപ്പൊ റിയാസിനോട് എനിക്ക് പറയാനുള്ളത്, റിയാസ് ഇങ്ങനെ ചെറുതായി പോകരുത്. റിയാസ് കുറച്ചുകൂടെ പഠിച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആളാണെന്നുള്ള വിശ്വാസമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ചെറുതായി പോകരുത്. റിയാസ് ഇപ്പൊ എന്താ പറഞ്ഞത്? ഒരു കാര്യം റിയാസ് സംബന്ധിച്ചു, CPM-കാരെ പോലെ ആവണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതെന്തായാലും ഞങ്ങൾ ഒരിക്കലും ആവില്ല. CPM-കാർ കാണിക്കുന്ന ബ്രൈബ് ഒന്നും ഞങ്ങൾ ചെയ്യില്ല. കാര്യത്തിലേക്ക്, അതായത് എന്തുകൊണ്ട് ഈ പറയുന്ന രേഖകൾ രവിശങ്കർ പ്രസാദ് ജയിലിൽ നിഷേധിക്കുന്നില്ല? 2, ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം എന്തുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തെറ്റായ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നു? ഹസനുൽ ബന്ന വ്യക്തമായും നിരത്തി അതിന്റെ വസ്തുത. സർ, നിങ്ങൾ ഇവർ തെറ്റായി വ്യാഖ്യാനിച്ചത് ഞാനല്ല. അതുകൊണ്ടാണ് പറഞ്ഞ റിയാസ് ഇങ്ങനെ ചെറുതാവരുത്. രവിശങ്കർ പ്രസാദ് പറഞ്ഞതും B. ഗോപാലകൃഷ്ണനും പറഞ്ഞത് 2 എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? സുപ്രീം കോടതിയുടെ, ഞാൻ വായിക്കാം സുപ്രീം കോടതിയുടെ, വി ഡോണ്ട് സീ ഈവൻ ദ സ്മോളസ്റ്റ് മെറ്റീരിയൽ ടു സബ്സ്റ്റാൻഷിയേറ്റ് യുവർ അക്വിസിഷൻ. ഇതാണ് സുപ്രീം കോടതിയുടെ ക്രക്സ് ഓഫ് ദ. അതിനുശേഷം പല തലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതിനുശേഷം വെള്ളിയാഴ്ചത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ അതിനുശേഷം പറയട്ടെ സാർ ഒന്ന് പറയട്ടെ. ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഇടയിൽ കയറിയ പിന്നെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഒന്നും മിണ്ടാതിരിക്കും നിങ്ങള്. ഇതാണ് അതിന്റെ. ഒരിക്കലും സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം മാറ്റി പറഞ്ഞിട്ടില്ല ഇതുവരെ. സുപ്രീം കോടതി പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞു, there was no even a single molecule, there is no smallest material to substantiate your accusation എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ അല്ലല്ല there are evidence so we have to go find അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്ന്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പോലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നാണ് കുറച്ചു മുമ്പ് ഡൽഹിയിലെ ലേഖകൻ പറഞ്ഞത്. നമുക്ക് പോലും പറയാൻ പറ്റില്ല. നമുക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു കാര്യം എങ്ങനെയാ കൈരളി ചാനലിൽ ചർച്ച ചെയ്യുക? അവിടെ വ്യക്തത വരുത്തേണ്ടത് ആരാണ്? ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യക്തത വരുത്തേണ്ടത് ആരാണ്? കൈരളിയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ അല്ലല്ലോ ഇക്കാര്യത്തിൽ വ്യക്തത ഒന്ന് കേൾക്കൂ. പ്രശാന്ത് ഭൂഷൺ അന്ന് കോടതിയിൽ ഹാജരായി വാദം പറഞ്ഞപ്പോ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസുകൾ നിങ്ങൾ അക്യൂസിഷന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെറ്റീരിയൽ ഫാക്ടുകൾ കൊണ്ടുവരണം. ഫോർ ഹിയറിംഗ് അഡ്ജേൺ എന്ന് പറഞ്ഞ് കേസ് മാറ്റി. 13-ാം തീയതി കേസിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അങ്കിത പാണ്ഡെയുടെ ഈ പുറത്തുവിടപ്പെട്ട 9 ദിവസത്തിൽ ഇത്ര രൂപ, നേരത്തെ റിയാസ് പറഞ്ഞതുപോലെ ഇത്ര കോടി എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻകം ടാക്സ് രേഖകൾ അങ്കിത പാണ്ഡെ സൈൻ ചെയ്ത് സീൽ ചെയ്ത രേഖകൾ മെറ്റീരിയൽ ആയിട്ട് ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് 13-ാം തീയതി കേസ് അഡ്ജൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറയുന്നു കേസ് തള്ളി. ഇല്ല, ഹസൽ ബന്ന പറഞ്ഞതാണ് ശരി. 13-ാം തീയതി കേസ് വെച്ചിട്ടുണ്ട്. കേസ് തള്ളി എന്ന ഒരു ധ്വനിയാണ് താങ്കളുടെ. വെറുതെ ഒളിച്ചോടണ്ട. ഇനി ഞാൻ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നല്ലോ. ഇനി ഞാൻ പറയട്ടെ. കേസ് തള്ളിയോ? സാർ ഇനി മിണ്ടരുത്. ഇനി ഞാൻ പറയട്ടെ. കേസ് തള്ളിയോ? നിങ്ങൾ പറഞ്ഞപ്പോ മിണ്ടിയില്ലല്ലോ. ഞാനൊന്ന് നിങ്ങള് സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചില്ലല്ലോ. ജസ്റ്റ് വെയിറ്റ്. അതായത് ഫസ്റ്റ് ഞാൻ സുപ്രീം കോടതിയുടെ വിഷയത്തിലേക്ക് തന്നെ പോകാം. സുപ്രീം കോടതിയുടെ ആദ്യത്തെ
പരാമർശം എന്ന് പറയുന്നത് വി ഡോണ്ട് സീ ഈവൻ ദ സ്മോളസ്റ്റ് മെറ്റീരിയൽ ടു സബ്സ്റ്റാൻഷിയേറ്റ് യുവർ അക്വിസിഷൻ. ഇതാണ് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട പരാമർശം. ആ പരാമർശത്തിന് ശേഷം കൂടുതൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ആ എവിഡൻസ് വെച്ച് സുപ്രീം കോടതി രണ്ടാമതൊരു കാര്യം പറയുന്നത് വരെ, അതാണ് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകൻ ഈ ചാനലിൽ പറഞ്ഞത്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല, കോൺഗ്രസ് നേതൃത്വത്തിനും പറയാൻ പറ്റില്ല, കൈരളി ചാനലിനും പറയാൻ പറ്റില്ല. സുപ്രീം കോടതി പറയട്ടെ, സുപ്രീം കോടതിയിൽ ഇതൊക്കെ കൊടുക്കട്ടെ, കൊടുത്തിട്ട് നരേന്ദ്രമോദി അഴിമതിക്കാരനാണെന്ന് സുപ്രീം കോടതി പറയട്ടെ. അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിയാണോ? അതാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിലായോ? നിങ്ങൾ അല്ലല്ല, ഞാൻ സംസാരിക്കട്ടെ. മിസ്റ്റർ, നിങ്ങളെ ഒരു മിനിറ്റ് മിസ്റ്റർ, ഞാൻ കോടതിയിൽ പോകുന്ന ആളാണ്, കോടതിയിൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു സാധനം ഞാൻ കൊടുത്താൽ അത് എവിഡൻസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾ കൊടുക്കുന്നത് എവിഡൻസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. ആ കോടതി എവിഡൻസ് ആക്ടിൽ എന്താ പറയുന്നേ? ഞാൻ സംസാരിക്കട്ടെ. മിസ്റ്റർ, നിങ്ങൾ നിൽക്കൂ. ഞാൻ അയ്യോ, അങ്ങനെയാണെങ്കിൽ വിജയനെതിരെ SNC ലാവലിന് മൂന്ന് പേർക്കും അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിർത്ത്, ഞാൻ പറയട്ടെ. അങ്ങനെയാണ് SNC ലാവലിൻ, അങ്ങനെയാണ് SNC. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ആകാശവും വായുവും ഭൂമിയും പാതാളവും കട്ടുതിന്ന ഒരു നെഹ്റു കുടുംബത്തിനെതിരായിട്ട് അടുത്ത ആരോപണം വന്നു. ആ ആരോപണം വിമാനവുമായി ബന്ധപ്പെട്ട ആരോപണം. ആ വിമാനത്തിന് 6000 ആക്കി. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഒറ്റ കാര്യം, സുപ്രീം കോടതി പറഞ്ഞു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസ് ഹാജരാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് grant time for producing the substantial evidence before court. Case adjourned. Case call on 13. ഇക്കാര്യത്തിൽ വളച്ചൊടിക്കൽ നടക്കുന്നുണ്ടോ? അതായത് ഇവിടെ വസ്തുതകളെ അത് ആ അർത്ഥത്തിൽ കാണേണ്ടതുണ്ട്. കാരണം കള്ളപ്പണ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ബ്ലാക്ക് മണി അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു വിശുദ്ധ യുദ്ധം, ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. BJP പ്രതിരോധത്തിൽ അകപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ഒരു പക്ഷേ മാറ്റി നിർത്തിയാൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് പോലും വരുന്ന ഇതിനുള്ള പ്രതികരണങ്ങൾ ഏതർത്ഥത്തിൽ കാണുന്നു റിയാസ്? ഒന്ന്, ഇത് ഗൗരവമായി തന്നെ ഈ വിഷയം അന്വേഷിച്ച് പോകേണ്ടതുണ്ട്, അന്വേഷിച്ച് പോകണം. ഒരു ചർച്ചയാകുന്ന സമയത്ത് ആ ചർച്ചയിൽ നമ്മൾ വളരെ ക്രിയേറ്റീവായി ചോദിക്കുന്ന അല്ലെങ്കിൽ ജനം മനസ്സിൽ ചോദ്യമായി സൂക്ഷിക്കുന്ന വിഷയങ്ങൾ റേസ് ചെയ്യുന്ന സമയത്ത് അത് പോയിന്റ് ഔട്ട് ചെയ്ത് മറുപടി പറഞ്ഞ് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല. അല്ലാതെ ബഹളം വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ജനം ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ വളരെ ഗൗരവമായിട്ടുള്ള ഈ വിഷയത്തിനകത്ത് നിങ്ങൾ പറയുന്നത് പോലെ ഇത് ആരോപണമായിരിക്കാം, അല്ലെങ്കിൽ ഇമ്മച്വറാണ്, രാഹുൽ ഗാന്ധി അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ടൊരു അന്വേഷണം അത് BJP ഭയക്കുന്നു എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. ഈ പറഞ്ഞ ഫണ്ടിങ് ഒക്കെ വന്ന സമയത്ത് വരുന്ന സമയത്ത് ശ്രീ മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും ഈ ഫണ്ടിങ് വന്നിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു ആരോപണം എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുമോ? രേഖകൾ ഒന്ന് വളരെ ഗൗരവമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില രേഖകൾ ഇതിൽ ഇമെയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സൽ ഷീറ്റ് ഉണ്ട്. അപ്പോൾ രേഖകളും ഗൗരവമുള്ളതാണ്. അപ്പോൾ വളരെ ഗൗരവമാണ്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ BJPയിലെ LK അദ്വാനിയെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ മാറ്റി പറയരുത് ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞത്. ഒരിക്കലും ഇല്ല. അപ്പൊ റിയാസിനോടൊരു കാര്യം അങ്ങട് ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് അന്വേഷണം നടത്തിപ്പോകുന്നതാണ് ജനാധിപത്യപരമായി മര്യാദ പാലിക്കുകയാണെങ്കിൽ നല്ലത് എന്നാണ് BJPക്ക് അകത്ത് ഉൾപ്പെടെയുള്ള രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും വികാരം. അതൊരു ഉറപ്പ്. അതിൽ ശ്രീ LK അദ്വാനി ഉണ്ടാവില്ല എന്ന് ഭാവിയിൽ നമുക്ക് കാണാം. ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. കശുവണ്ടിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം കേൾക്കുന്നില്ലല്ലോ.
തുടർന്നോളൂ ശ്രീ ഗോപാലകൃഷ്ണൻ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അതായത് കശുവണ്ടിയെ കുറിച്ചിട്ട് അച്യുതാനന്ദന് കാര്യമായിട്ടുള്ള സംശയമുണ്ട്. കശുവണ്ടിയെ കുറിച്ചിട്ട് അച്യുതാനന്ദന് കാര്യമായിട്ടുള്ള സംശയമുണ്ട്. വി ഡി സതീശന്റെ ഒപ്പം സംശയം അച്യുതാനന്ദനും ഉണ്ട്. എന്നാ പിന്നെ പിണറായി വിജയൻ കശുവണ്ടി മന്ത്രിക്കെതിരായിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കട്ടെ ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രീ നരേന്ദ്രമോദി ഗോപാലകൃഷ്ണൻ, അതായത് ഈ ആരോപണങ്ങൾ പറയുമ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ, അതായത് താങ്കൾ പറയുന്ന കശുവണ്ടി ആരോപണമൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ബംഗാൾ ലക്ഷ്മിയെ ശിക്ഷിച്ച കാര്യം കൂടി താങ്കൾ മനസ്സിൽ വെക്കണം. 4 കൊല്ലം തിഹാർ ജയിലിൽ കിടന്ന ചരിത്രമൊക്കെ ഉണ്ടല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. കശുവണ്ടിയുടെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ റിയാസിനോട് ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി കശുവണ്ടി അതെ എന്താ പറഞ്ഞാലെന്താ, അതും ആരോപണം തന്നെയല്ലേ? ആരോപണമാണ് റിയാസെ, ആരോപണത്തെ ആരോപണമായിട്ട് തന്നെയാ നേരിടുക. ഇനി ഞാൻ വേറൊരു കാര്യം വെറുതെ കൈരളി ചാനൽ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുക. നിങ്ങളുടെ ആദിത്യ ബിർളയും ഇവരൊക്കെ പൈസ കൊടുത്തു എന്ന് തന്നെ വിചാരിച്ചോന്ന്. ഞാനിപ്പം വേറൊരു ആംഗിളിൽ നിങ്ങളോട് സംസാരിക്കാം. പൈസ കൊടുത്തു, നരേന്ദ്രമോദി പൈസ മുഴുവൻ മേടിച്ചു. എന്താ കുഴപ്പോ? ഒരു മുഖ്യമന്ത്രിക്ക് ഡൊണേഷൻ മേടിക്കാൻ അവകാശമില്ലേ? ഒരു മുഖ്യമന്ത്രിക്ക് പൈസ മേടിക്കാൻ അവകാശമില്ലേ? നിങ്ങൾ പണം മേടിച്ചു കഴിഞ്ഞാൽ വഴിവിട്ട് സഹായം ചെയ്തു എങ്കിൽ മാത്രമേ അത് ബ്രൈബ് ആവുകയുള്ളൂ. അങ്ങനെ ഒരു വ്യക്തത വരുത്താൻ എന്തുകൊണ്ട് മടി കാട്ടുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ? താങ്കൾ ഇവിടെ നിന്ന് പറയുന്നു ഓക്കെ, ശരി തന്നെ. അങ്ങനെ അതാണ് എന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു വഴി എന്തേ തുറക്കുന്നില്ല? അങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുന്ന തരത്തിലേക്ക് അതിലേക്ക് താങ്കൾ പറഞ്ഞുകൊണ്ടല്ല അംഗീകരിക്കേണ്ടത്. അതിന് അന്വേഷണ ഏജൻസി ഉണ്ട്, അതിലൊരു വാതിൽ എന്തേ തുറന്നിടുന്നില്ല? ഒരു മിനിറ്റ് ഇതിപ്പോ നമ്മളുടെ ഒരു മിനിറ്റ് ഇതിപ്പോ ഒരു അക്കാഡമിക് ചർച്ചയായിട്ട് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കാം. ഒരു അക്കാഡമിക് ചർച്ച എന്ന നിലയിൽ നിങ്ങൾ ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ചർച്ച, പറയാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ചർച്ച. കോടതി പോലും തള്ളി ഒരു പരാമർശം പറഞ്ഞതിനെ കുറിച്ചാണ് ചർച്ച. നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത വിഷയത്തെ കുറിച്ചാണ് ചർച്ച. ഞാൻ ഈ ചർച്ചയെ വേറൊരു അക്കാഡമിക് സാറേ തള്ളി എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കുന്ന മാതിരി കോടതിയെ ആ കേസ് മുഴുവൻ തള്ളി എന്നല്ല. അതിനകത്ത് മെറ്റീരിയൽ ഇല്ല എന്ന് പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പക്ഷേ വീണ്ടും എവിഡൻസ് കൊടുത്തിട്ടുണ്ടാവും. എവിഡൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എവിഡൻസിൽ കോടതി പറയട്ടെ. ആ എവിഡൻസിൽ കോടതി പറയട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ എന്റെ പോയിന്റ് അതല്ല. ഞാനൊരു അക്കാഡമിക് തലത്തിൽ ചോദിക്കുകയാണ്. പൈസ മേടിച്ചു തന്നെ ഇരുന്നോട്ടെ എന്ന്. നരേന്ദ്രമോദി പൈസ മേടിച്ചു തന്നെ ഇരുന്നോട്ടെ. വാട്ട് ഇസ് റോങ്? എന്താ തകരാറ്? കോടിയേരി ബാലകൃഷ്ണൻ മേടിച്ചിട്ടില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മറുപടി മൻമോഹൻ സിംഗ് ഹസനുൽ ബെന്നിലേക്കും പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ റിയാസ്, ഇക്കാര്യത്തിൽ എന്തായാലും വളച്ചൊടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ അവസാനം ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു നിലപാട് നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് തെറ്റ്? പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതിന് ബോധ്യമാകുന്ന തരത്തിലേക്ക് വിശകലനമല്ല വേണ്ടത്, ഒരു അന്വേഷണമാണ് വേണ്ടത്. ആ അർത്ഥത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ? അതിനുള്ള കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു ബാധ്യത പ്രതിപക്ഷത്തിന് കൂടി വരികയാണോ ചെയ്യുന്നത്? ഒന്ന്, ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞ ഒരു പ്രസക്തമായ കാര്യമുണ്ട്. മുഖ്യമന്ത്രി പൈസ വാങ്ങിയാൽ, അതായത് ഇന്നത്തെ പ്രധാനമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി പൈസ വാങ്ങിയാൽ എന്താ തെറ്റ്? പക്ഷെ ഇത് വ്യക്തത ഇവിടെ പറഞ്ഞിട്ടില്ല. അന്ന് കേന്ദ്രമന്ത്രി ഇവിടെ നടത്തിയ പ്രസ് മീറ്റിനകത്ത് ഇത് പറഞ്ഞിട്ടില്ല. അത് വളരെ ഗൗരവമാണ്. ഇനി 9 തവണ ഇനി ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ മോഡി എന്തിനു വേണ്ടി വാങ്ങി? അത് ഗൗരവമുള്ളതാണ്. മഹാരാഷ്ട്രയിലെയോ ഉത്തർപ്രദേശിലെയോ അല്ലെങ്കിൽ ഡൽഹിയിലെയോ അല്ലെങ്കിൽ കേരളത്തിലെയോ എന്തെങ്കിലും ഇടപാടിന് ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് ഈ 2 ഗ്രൂപ്പിൽ നിന്നും പൈസ വാങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതും ഗൗരവമാണ്. അപ്പോൾ പണം വാങ്ങി എന്ന് പേരെക്കുറെ സമ്മതിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അത് നിഷേധിക്കാൻ BJPക്ക് ഭാവിയിൽ പറ്റില്ല. അപ്പോൾ എന്തിനു വാങ്ങി എന്നുള്ളത് ഗൗരവമാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് ജനം ആഗ്രഹിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, അതായത് ഒരു അന്വേഷണം ഇനിയെങ്കിലും നടത്തുമോ ഇല്ലയോ? അതിന് മറുപടി, അതിന് ഗൗരവപരമായ അല്ലെങ്കിൽ വ്യക്തമായ മറുപടി വേണം. ശ്രീ ഗോപാലകൃഷ്ണനിലേക്ക് എത്താം. ശ്രീ ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞോളൂ.
അതായത് അന്വേഷണം നടക്കുമോ ഇല്ലയോ, അപ്പോൾ ഒരു കാര്യം ജനത്തിന് മനസ്സിലായല്ലോ. ബോധ്യമായ രീതിയിലുള്ള അപ്പോൾ ഒരു എന്ത് കാര്യം ഇടപെടൽ മനസ്സിലായല്ലോ. ഇക്കാര്യത്തിൽ ഉണ്ടാകും? എന്ത് ഇടപെടൽ? ഒരു ഇടപെടലും ഇതിനകത്ത് ഉണ്ടാവില്ല. ജനങ്ങൾ മുഴുവൻ BJP-യോടൊപ്പം നിൽക്കും. നിങ്ങൾ വെറുതെ ഇടപെടണം എന്ത് ഇടപെടണോ? ഞാൻ പറഞ്ഞല്ലോ എന്ന്, ഈ ഇന്ത്യ രാജ്യത്ത് ആർക്കെതിരെ വേണേലും ആരോപണം ഉന്നയിക്കാം. യാതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ ഉടനെ ഞങ്ങൾ ഇടപെടാൻ പോവുക, ഉടനെ അന്വേഷണം ഏർപ്പെടുത്താം. ഒരു അന്വേഷണവും ഇല്ല. സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ടല്ലോ, സുപ്രീം കോടതി പറഞ്ഞോട്ടെ. സുപ്രീം കോടതി പറയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വലിയ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം ആലോചിക്കാം. അതായത് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് അത് കൊണ്ടുവരണം, അല്ലെങ്കിൽ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം സുപ്രീം കോടതി തുറന്നിട്ടിരിക്കുകയാണ്. അതുവരെ നമുക്ക് വാദത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ പറയുന്നതും ഒപ്പം ബാക്കി ആരോപണങ്ങളുമൊക്കെ നിർത്താവുന്ന ഒരു ഘട്ടമാണോ ഈ 11-ാം തീയതി എന്നത്? എന്തായാലും അതുവരെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യമായ തരത്തിലേക്ക് ഇതിൻ്റെ സംശയങ്ങൾ ഒഴിവാക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനില്ലേ? എന്നോടാണോ ശ്രീ ഹസനുൽ ബന്ന? എന്നോടാണോ? ബന്നയിലേക്ക് തീർച്ചയായിട്ടും ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ഇൻകം ടാക്സിൻ്റെ ആദായ നികുതി വകുപ്പിലെ ഒരു പ്രമുഖ ഓഫീസറുടെ ബന്ധപ്പെട്ട അവരുടെ ഒപ്പോട് കൂടിയ ഒരു രേഖയാണ് ഇപ്പോൾ നമ്മുടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ രേഖ സ്വീകരിക്കേണ്ടതാണോ സ്വീകരിക്കേണ്ടതല്ല എങ്കിൽ അക്കാര്യമൊക്കെ പറയേണ്ടത് സുപ്രീം കോടതിയാണ്. അതേസമയം ഇത്തരമൊരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇതിൽ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുന്നില്ല എന്നാണ് എല്ലാവരെയും ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല. ആരോപണം ബാലിശമാണ്, അല്ലെങ്കിൽ വളരെ രാഹുലിനെ പോലെ ഒരാൾ ഉന്നയിച്ചതാണ് എന്നൊക്കെ ഒരു ഒഴികഴിവ് മറുപടികൾ പറയുകയല്ലാതെ ഈ അന്വേഷണത്തെ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ അന്വേഷണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാനുള്ള ആർജവം കാട്ടുമോ ശ്രീ ഗോപാലകൃഷ്ണൻ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ചുരുക്കി 20 സെക്കൻഡിൽ. എനിക്കൊരു 2 സെക്കൻഡ്. സാർ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ആകാശവും വായുവും ഭൂമിയും പാതാളവും കട്ടുനിന്ന കോൺഗ്രസ്സുകാർ പറയുമ്പോൾ ചാടിത്തുള്ളേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല എന്ന് മാത്രമല്ല, ഞാൻ ഒരു കാര്യം പറയാം, കോൺഗ്രസ് മാത്രമല്ലല്ലോ വീട് പോലും ഇല്ലാത്ത നരേന്ദ്രമോദിക്കെതിരെ അസൂയയോടെ ജനതാസ് പ്രൈഡ് ആൻഡ് ഓപ്പോസിഷൻ എൻവി, അതാണ് നരേന്ദ്രം. ജനതാസ് പ്രൈഡ്, ഇന്ത്യസ് പ്രൈഡ് ആൻഡ് ഓപ്പോസിഷൻ എൻവി ആയിട്ടുള്ള ഇവിടുത്തെ ഓപ്പോസിഷൻ അസൂയയും ജനങ്ങളുടെ ആത്മാഭിമാനവുമായ നരേന്ദ്രമോദിക്കെതിരെ ആരോപണം കൊണ്ടുവരാൻ അവകാശമുണ്ട്. ആര് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും മാത്രമല്ലല്ലോ ഉള്ളത്. വളരെ ചുരുക്കി എന്താണ് ചോദ്യം? അതായത് കോൺഗ്രസ് പറയുന്നത്, അല്ലെങ്കിൽ ആ അഴിമതിയുടെ മുഖംമൂടിയായ അല്ലെങ്കിൽ പൂർവ്വകാല ചരിത്രമുള്ള കോൺഗ്രസ് പറയുന്നതിനെ ആ അർത്ഥത്തിൽ എടുത്താൽ മതി എന്നാണ് ഗോപാലകൃഷ്ണന്റെ ആ ഒരു മറുപടി. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ആയി കോൺഗ്രസ് മാത്രമല്ല ഉള്ളത് പാർലമെന്റിൽ. അല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു വീക്ഷണമായി ഇതിനെ കാണാൻ വേണ്ടി പറ്റില്ല. BJP എടുക്കുന്ന അസഹിഷ്ണുതാപരമായ നിലപാട്, ജനാധിപത്യ വിരുദ്ധ സമീപനം, ഫാസിസ്റ്റ് പ്രവണത, അതിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തത്ര ശക്തിയാണ്, ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തും എന്ന ഒരു ആശയം പിൻപറ്റുന്നവരാകുമ്പോൾ ഇത്തരത്തിലൊക്കെ പരാമർശങ്ങൾ വരിക സ്വാഭാവികമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ജനവികാരത്തെ ഇല്ലാതാക്കാനോ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഗൗരവമേറിയ വിഷയത്തെ പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിക്കാനോ പറ്റില്ല എന്ന് ശ്രീ ഗോപാലകൃഷ്ണന് ഭാവിയിൽ ഞങ്ങൾക്കറിയേണ്ട എത്രയേ ഉള്ളൂ. ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഇപ്പൊ ഇനി പറയാൻ പറ്റില്ല. കാരണം അജിത പാണ്ഡെയുടെ സീലടിച്ച സാധനം വന്നതോടുകൂടി പണം വാങ്ങിയിട്ടില്ല എന്ന് ഇനി പറയാൻ പറ്റില്ല. അപ്പോ ഇതുവരെ നിങ്ങൾക്ക് പണം വാങ്ങിയിട്ടില്ല എന്ന് പറയാമായിരുന്നു, പറയാൻ പറ്റില്ല. ഇനി പണം വാങ്ങി എന്നുള്ളത് എന്തിനു വേണ്ടി എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ പെട്ടിരിക്കുക. ഒറ്റ ചോദ്യം, നിങ്ങൾ അന്വേഷണം നേരിടാൻ തയ്യാറുണ്ടോ? തരത്തിലുള്ള അന്വേഷണത്തിന് തയ്യാറുണ്ടെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കുമോ? നിങ്ങൾ കുറ്റവിചാരണയ്ക്ക് തയ്യാറുണ്ടോ? ചോദ്യം, നിങ്ങൾ അന്വേഷണത്തിന് തയ്യാറുണ്ടോ?
ശരി ശരി, വ്യക്തമാണ്. ചർച്ചയിൽ പങ്കുചേർന്ന മുഹമ്മദ് റിയാസ്, ഒപ്പം തന്നെ ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ്, ശ്രീ ഹസനുൽ ബന്ന, അഡ്വക്കേറ്റ് BRM ഷഫീർ. കോൺഗ്രസ് ഇന്ന് ഉയർത്തിവിട്ട നരേന്ദ്രമോദിക്കെതിരായ ആരോപണം അത് കൂടുതൽ തലങ്ങളിലേക്ക് സ്പർശിക്കുന്നു. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്തത്.